അതിലിപ്പോ ഇന്റർവ്യൂസിലൊക്കെ ഓണയറിൽ നിന്ന് ഇപ്പൊ താഴോട്ട് വന്നൊരു ഫീലിംഗ് ഉണ്ട്. സിനിമ ഇറങ്ങിയ ആളുകളെല്ലാം എന്തൊക്കെയാണെന്ന് ഭീഷ്മർ അറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. അതന്നെ. പിന്നെ എല്ലാവരും പടം കാണാൻ കുറച്ച് ദിവസമായിട്ട് കേരളമായിരുന്നു, ഇപ്പം ഇറങ്ങിയില്ലേ? താങ്ക് യു. ചേട്ടാ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഇപ്പൊ സിനിമയുടെ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോഴേക്കും രാജേട്ടൻ ബുള്ളറ്റ് വരുന്നത് ഫൈറ്റ് സീനിലേക്ക് ഭയങ്കര കയ്യടി ആരാധകരല്ലേ? അപ്പൊ ഉണ്ടെന്നൊരു തിയേറ്ററിലൊക്കെ അങ്ങനത്തെ ഒരു നായകന് കിട്ടുന്ന ഒരു കൊണ്ടാന്ന് ഒരു ഗൂസ്ബംസുണ്ടല്ലോ, അതൊക്കെ ഇന്ന് സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവും ആ ഫീലിംഗ് ഒക്കെ. ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ എന്താ തൊട്ടടുത്തിരിക്കുന്നത് എന്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളി സമ്മതിക്കല്ല. അല്ല എനിക്ക് ബബ്ബമ്മേന് ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഓൾറെഡി തിയേറ്ററിൽ. അപ്പൊ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറെ പേര് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് അന്ന് കുറെ വീഡിയോ ഒക്കെ അയച്ചാണ്. ഇന്ന് നേരിട്ടത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. കൃഷ്ണേട്ടാ അതേപോലെ ഇപ്പം ഭീഷ്മർ എന്നൊരു തീമെടുത്തപ്പോ ട്രെയിലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇത് എന്താണ് എല്ലാവരും പറഞ്ഞത് ഒറ്റ രാത്രിത്തെ സംഭവമാണ്. അപ്പം ഇത് ഒരു ഫൺഫീൽഡ് ആയിട്ടൊരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്നത് പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്നും ചേട്ടൻ ക്യാരക്ടർ ആണെങ്കിൽ ആദ്യമേ നമ്മൾ വിചാരിക്കും കുറച്ച് ഒരു ഇതായിരിക്കാം, പിന്നെ അത് ഹ്യൂമറായിട്ട് മാറുന്നു, പിന്നെ അത് എൻ്റയർലി വേറെ ലെവലിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു? അല്ല ഇപ്പൊ പറഞ്ഞാലും തന്നെയാണ് അതിന്റെ എന്നെയും എക്സൈറ്റ് ചെയ്യിച്ചൊരു ഘടകം. അത് അങ്ങനെ തന്നെ മനസ്സിലായല്ലേ? താങ്ക് യു. ചേട്ടാ ഈ അവസാനം ഈ വൈറ്റില് ലാലേട്ടൻ കാല് കുത്തി അടിക്കണൊക്കെ നമുക്ക് ഭയങ്കര എന്താ കോരിത്തിരിപ്പിക്കുന്ന പോലത്തെ രംഗങ്ങളെ, അപ്പൊ അതേപോലത്തെ രംഗങ്ങളൊക്കെ ചേട്ടന്റെ കാല് കുത്തി അടിയൊക്കെ കണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? ഫൈറ്റിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയുണ്ടോ അതോ പെട്ടെന്ന് പഠിച്ചെടുത്തോ കാര്യങ്ങളൊക്കെ? വളരെ പെട്ടെന്നായിരുന്നു ഏത് അതെ സാറിനെ പേടിച്ച് ചെയ്ത അത് വേറെ. ഞാൻ എന്ത് സംഭവം വെച്ചാൽ ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ കുറച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ഓടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിന് പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല, ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നില്ലേ, ഫീനിക്സ്. അതായത് അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഒരേ മുഖത്തിലൊക്കെ അവസാനത്തെ അത് വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഫൈറ്റ് ചെയ്ത് പോകുമ്പോ അത് രസം. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് മുടിക്കുന്നില്ല, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. ഉണ്ണി ഇറക്കിയതാണ് ഫൈറ്റ്. അവിടെ ഒരു ഫൈറ്റ് അവന് ഓടിച്ചു വിടുന്ന കേസിൽ ഉണ്ണിയേട്ട
ഈ ഫൈറ്റ് കാണുമ്പോഴേ മൊയ്നുകളെ ഫൈറ്റില് ചേട്ടന് ചെയ്യാൻ പറ്റുന്ന എന്നെ ഇങ്ങനെ പറ്റിയൊരു സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലടാ ഞാൻ ഇനി പറ്റുന്നില്ല. നിങ്ങളെ പറ്റാനും വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി പറയണത്. അല്ല അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടിയ അവന്റെ നല്ല ചവിട്ടും ഇതൊക്കെയാണ്. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലാണ്. ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന് വേണ്ടിട്ട് വരുന്ന വഴിയാണ്, അവനൊക്കെ നെഞ്ചത്താണ് അത് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്പ്രഭമായി പോയത്. പിന്നെ സെന്തിന് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. സെന്തിന് ഭയങ്കര ടൈമിങ്ങും, സെന്തിന് അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തിന് ഇങ്ങനെ കേറി വരും. ആ ഭാഷ നമ്മുടെ അടുത്ത് തീർത്തു. അതെ 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 അടുത്ത് ഷാജിന്റെ അടുത്ത് 2 ചവിട്ട് കിട്ടിയല്ലേ എണ്ണം. അതെ അതെ അതൊക്കെ മുഴുതിയുള്ള ഫൈറ്റ് ഒന്നും നമുക്ക് കോമഡി ഇതൊക്കെ മതിയുടെ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. ഇടിച്ചില്ല, ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ഞാൻ ചേട്ടാ നമ്മളെ ഭീഷ്മന്റെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ ദുരന്തർ ട്യൂബും ആടുമാണ്. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചിരിക്കുന്നത് ദുരന്തർ ട്യൂബും ആടാണ് പിടിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം നിങ്ങളെ ദുരന്തർ ടൂവിന്റെ ആൾക്കാരോടും അവരോടും ചോദിക്കണം. അതാ ഞങ്ങൾക്ക് പറയുന്നത് അല്ലേ? ഓക്സിജൻ റിലീസ് മാറ്റിയില്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞേ, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അതുകൊണ്ട് ചായറോട് റെഡിയാണ്, അതിൽ കൂടെ കഴിച്ചിട്ട് അതെ. അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു. ഞങ്ങള് അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ, കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചില അതില്ലായിരുന്നു. അപ്പൊ പോയ ഉത്തരവിക്കുന്നത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പാർട്ടികളൊക്കെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ സുഹൃത്ത് പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പ്രതീക്ഷ എക്സ്ട്രാ എഫേർട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തോന്നിയോ? ഫൈറ്റ് പിന്നെ ചില ഒരു ഇമോഷണൽ ഫീലിന് ആ ഒരു എക്സ്പ്രഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം ഈ പടത്തിലിട്ടില്ല. അല്ല, അപ്പൊ എനിക്ക് ജനുവലി തോന്നിയത് ബീനേട്ടൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഇത്രയും സിനിമകൾ ചെയ്ത് ആ എക്സ്പീരിയൻസ് ധ്യാൻ എന്നൊരു നടനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നീ എന്ന കാശ് വാങ്ങിച്ചൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അതെ അതെ, കൂടുന്നുണ്ട് കൂടുന്നുണ്ട്. ഇതൊന്നും വേണ്ട. ഇത്ര സിനിമ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ എന്നൊരു കോൺഫിഡൻസ് ആണ്. അത് ഡിപ്പെൻസ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവും എന്നുള്ളതിനപ്പുറത്ത് സിനിമയും സിനിമയുടെ കഥയും ബാക്കിയുള്ള ഉണ്ണിലാലുമൊക്കെ നന്നായല്ലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ നന്നാവണല്ലോ. അപ്പൊ എല്ലാം നന്നായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം നന്നായിട്ട് സിനിമക്ക് ഗുണമില്ല. അതോടൊപ്പം തന്നെ സിനിമയാണല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ കഥയും ബാക്കിയുള്ള മേഖലകളൊക്കെ നന്നായി വരുമ്പോ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ വളരും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ ഒരു സിനിമ ചെയ്യുന്നതിന് മുൻപുള്ളൊരു എക്സ്പെക്ടേഷനും പിന്നെ ചെയ്യാൻ സെറ്റിൽ വന്നതിന് ഡാൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു മൂടാണല്ലോ. അപ്പം ചെയ്തതും പിന്നെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം വിജയേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ലൊക്കേഷനിൽ. ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂലൊക്കെ ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഒരു പ്രിൻസിപ്പള് പിള്ളേരെ
ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്ന പോലെയാണ് ലൊക്കേഷൻ. അത് അറിയാൻ വന്നതോടുകൂടി അതിനൊരു ഇത് വന്നു. അത് ഞങ്ങളവിടെ ഫുൾ ചില്ലിങ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു, ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്ത് വെക്കേഷൻ പോലെ തന്നെയായിരുന്നു ലൊക്കേഷൻ. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നാളായി, സെപ്റ്റംബറിലായിരുന്നു ഷൂട്ട്. ഇന്ന് സിനിമ കാണുമ്പോഴാണ് ആ ഓരോ സീനും വരുമ്പോൾ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കണമായിരുന്നു. ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട സിനിമയില്ല ഈ അടുത്ത കാലത്ത്. ഭയങ്കര രസമായിട്ടിരുന്നു, തിയേറ്ററിൽ എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൊക്കേഷൻ മൊത്തം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫണ്ണായിരുന്നു മൊത്തത്തിൽ. ഡയറക്ടറുടെ ചലഞ്ചിങ് എന്തായിരുന്നു? അദ്ദേഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് അങ്ങനെ ചലഞ്ചായിട്ടൊന്നുമില്ല. സാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇതിനകത്ത് ഇത് നമ്മുടെ സുഹൃത്ത് അൻസാജാണ് എഴുതിയത്. അതിൽ നിന്ന് സാറ് സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുകയും അതിലുള്ള അഡീഷൻസുകൾ വരുത്തുകയും, അപ്പോൾ അത് ഒരുപാട് ലെയർ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലെയർസ് ആഡ് ചെയ്യുകയും പുള്ളിയുടെ രീതിക്ക് ഈ സ്ക്രിപ്റ്റിനെ മാറ്റി. ഞങ്ങൾ ആദ്യം വായിച്ച അല്ലെങ്കിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വായിച്ച സ്ക്രിപ്റ്റ് ഒന്നുമല്ല സാർ. അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചുകൂടി കമേഴ്ഷ്യലാക്കാനും പാട്ടുകൾ വന്നു, കുറേ ആഡ് ഓൺസ് വന്നു. അപ്പം ഞങ്ങൾ ഇതിലേക്ക് എത്തുമ്പോഴേക്ക് പുള്ളി കൃത്യമായിട്ട് അതിനൊരു അതെ ലാസ്റ്റ് ഫൈറ്റ് കുറേ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ ഞാനും വിഷ്ണുവും കേട്ട ഒരു സാധനമൊന്നുമായിരുന്നു. സിനിമ കംപ്ലീറ്റ്ലി മാറിയിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ച് ആയിരുന്നില്ല, ഞങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നതാണ് ചലഞ്ച്. ഇനി കട്ടപ്പന വിഷ്ണു അല്ലെങ്കിൽ കട്ടപ്പന വിഷ്ണു അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ശേഷം ഭീഷ്മർ കട്ടപ്പന 10-12 വർഷമായി. 2 വർഷമായി. ഇനി ഭീഷ്മർ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അത് അങ്ങനെ അറിയപ്പെടുന്നു. ഇത് ചോദിച്ചതിന് പിന്നെ നീ അറിയപ്പെടും. അല്ല, ഉണ്ണിലാലെ ഓൾറെഡി പേര് മാറ്റി ഉണ്ണി ഭീഷ്മർ താങ്കി. അതെ അതെ, ആ ഒരു കഥയുണ്ട് ഇതിനകത്ത് രസമുള്ള. ഉണ്ണി ഏകാചിത്രം ചെയ്തു, ഓഫീസർ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഓട്ടോ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോക്കാരെ വണ്ടി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാർ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവൻ ഏകാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞു. അതൊന്നും നമുക്കറിയില്ല, ഭീഷ്മർ പടത്തിന്റെ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഉണ്ണി ഭീഷ്മർ സത്യല്ലേ? സത്യമാണ്. കാരണം വെച്ചാല് അത്രമാത്രം ഫ്ലക്സ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറെ പേര് അയച്ചിരുന്നുണ്ട്. ഞാൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ള ഒരു പടമാണ് ഭീഷ്മർ. പിന്നെ അതുപോലെ പോസ്റ്റേഴ്സ് എല്ലാത്തും ഞാനും എല്ലാ പോസ്റ്റേഴ്സിലും ഉണ്ട്. സോ അതുകൊണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ നേരെ ചോദിച്ച പുള്ളിയുടെ എവിടെ കണ്ടിട്ടുള്ളത്. ആക്ച്വലി പുള്ളിയുടെ ബാക്കിൽ തന്നെ ഫ്ലക്സ് ഉണ്ട്. വലിയ ഫ്ലക്സ്. ഞാൻ ഫ്ലക്സ് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നോക്കി നിന്നു നിങ്ങളല്ലായിരുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിലെ ഫൈറ്റുകളൊക്കെ എത്രപ്പെട്ട? കാരണം എല്ലാ ഫൈറ്റുകളിലും മുന്നൊക്കെ മുടക്കിയിട്ട് വിജയൻ സാർ, നോർമലി സാറിന്റെ ചിത്രങ്ങളിൽ എപ്പോഴും ഹീറോയിൻസിന് എപ്പോഴും പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗോർജിയസ് ലുക്കിലായിരിക്കും ഓരോ ഹീറോയിൻസ്. ഇപ്പം കള്ളനും ഭഗവതിയായാലും ശരി, ചിത്രിയിലെ ക്യാരക്ടറായാലും ശരി, ഇപ്പം ഈ സിനിമയിലെ ക്യാരക്ടറായാലും ശരി, ഹീറോയിൻസിന് എപ്പോഴും ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഹീറോയിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പം ഭീഷ്മർ എന്ന സിനിമയിൽ ഈ സിനിമ എത്ര വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഈ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഹീറോയിനെ മാത്രമല്ല, ധ്യാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സത്യം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ഇവരെന്ന് പറയുന്നത്, ഇവര് ഈ ഷോർട്ട് സമയത്ത് അവിടെ വരും, അത് കഴിഞ്ഞ് പോയി ചീട്ട് കളിക്കും. അപ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ട് ഭയങ്കര എൻജോയ് ആയിട്ട് ഭയങ്കര എന്താ പറയുന്ന ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അതാണ്. ഇപ്പോൾ നമ്മുടെ സെറ്റ് വരുമ്പോൾ ഇവര് പ്രിൻസിപ്പലാണ് എന്ന് പറയുമ്പോഴും ആ ക്ലാസ് ഇരിക്കും മാത്രമേ ഉള്ളൂ. ബാക്കി സമയം അവരെ എന്തിനും തുറന്നു വിട്ടോളൂ. അതായത് ഞാൻ ഒന്നിനും നിയന്ത്രിക്കത്തില്ല, പോയി എന്തോന്നോ ചെയ്തോളാം പറയാം. അങ്ങനെ പോയി ചെയ്യുന്നതാണ്. അപ്പം നായികയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക്
എന്താ പറയുന്നത് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ കഥാപാത്രത്തിന് അനുയോജ്യമെന്ന് തോന്നുന്നവരെ സെലക്ട് ചെയ്യുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് നമ്മളൊരുപാട് അവരെ ഇത് ചെയ്യും, ട്രെയിൻ ചെയ്യും. കാരണം ഡയലോഗുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് പലതും അവരെ നമുക്ക് വളരെ സമയമെടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അല്ല ഒരു ചെറിയ സമയം മാത്രമല്ല. അതായത് ഇപ്പോൾ 1-2 ദിവസവും ഈ പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് സമയത്തൊന്നും അല്ല. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അവരുമായിട്ടൊക്കെ പല മീറ്റിങ്സൊക്കെ ഇത് ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കഥാപാത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ തന്നെ പൊതുവെ ഹാപ്പിയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നെ അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു നമുക്കറിയാതെ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് മൂഡ് വരും. അപ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മോക്ഷവാനായപ്പോഴത് തന്നെ ചിത്രയുടെ പലൊക്കെ ആരും അത് തന്നെ നമുക്കിപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് വ്യത്യസ്തമായ ഒരു എന്താ പറയുന്ന ഒരു അനുഭവമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും എന്താ പറയുന്നത് നമ്മൾ പിന്നെ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു വാർത്തകൾ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ ശേഷമായാലും ബാക്കിയുള്ള എന്ത് തന്നെ ആയാലും ഇതുപോലെ ആസ്വദിച്ച് നമുക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ഒരിക്കൽ പോലും ഇതൊരു ജോലി എന്ന് തോന്നില്ല. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ത്രൂ ഔട്ട് ഇത്. നമുക്ക് വേറൊരു എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം പാലക്കാട് ഈ സമയത്തൊക്കെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടിരുന്ന മഴ കാരണം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം പോലും അങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ വൈകുന്നേരം ഒരു 6-6:30 ഒക്കെ മഴ പെയ്ത് വളരെ ശക്തിയായ മഴ പെയ്ത് നിൽക്കുമ്പോഴും നമ്മുടെ ആ ലൊക്കേഷൻ പോകുമ്പോൾ നമ്മൾ ആ കുളത്തിൽ പൂജ ചെയ്ത് നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോഴത്തേക്ക് മഴ മാറി നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു അനുഗ്രഹം പൊതുവെ നമുക്ക് ഒരു അനുഗ്രഹം കൈവന്നിട്ടുണ്ട്. അത് ഈ കഥാപാത്രങ്ങളിലേക്കും അത് സന്നിവേശിച്ചിരിക്കാം. അതാണ് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ ഇത്രയും സഹകരിച്ചിട്ട് ഒരുപാട് ഈ എന്താ പറയുന്നത് ഈ എൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമുക്കുള്ള ഒരു ഇതെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളൂ. അത്രത്തോളം എപ്പോൾ പറഞ്ഞാലും യാതൊരു തടസ്സവും കൂടാതെ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയതിന് വന്ന് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എത്രയോ വർഷങ്ങളോ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദൈവികമാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. വിജയൻ സർ, ഇതിൽ പലപ്പോഴും ഇതിന്റെ കണ്ടന്റുകളിലെ താഴെ കമന്റ് ആയിട്ട് വരുന്നത് ഇതിലെ പാട്ടുകളെ കുറിച്ചാണ്. വീണ്ടും പണ്ടത്തെ കാലത്തെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആണ് പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ മാധുര്യമാർന്ന ഗാനങ്ങൾ വേണമെന്ന് നേരത്തെ തന്നെ അങ്ങ് നിശ്ചയിച്ചതാണോ? ഇതിലെ പാട്ടുകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗമാണ്. കാരണം ഈ പാട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ പടം പൂർണ്ണമാവത്തില്ല. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ആദ്യത്തെ ഇത്തിരി പോന്നൊരെന്ന് തന്നെ പറയുന്നത് അതിൻ്റെ പല്ലവി നമ്മൾ ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നറേഷൻസ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഇവർ വണ്ടി ഇരുന്ന് പിന്നെ എങ്ങനെ നിന്നെ എങ്ങനെ പ്രേമിച്ചു എന്ന് പറയുന്നത് ദേവനാണ് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സ്ക്രിപ്റ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ നമുക്കൊരു നല്ല മെലഡി വേണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അതിന് ഈ രഞ്ജനുമായിട്ട് അടിയും കുത്തുമൊന്നും അല്ലാതെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം പുള്ളിയെ ഞാൻ അതായത് ആദ്യം ചെയ്തതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പാട്ടിൻ്റെ അത് തന്നെ അമ്പലപ്രാവിൻ്റെ. അപ്പോൾ നമുക്ക് ഈ മെലഡിയോട് എന്നും സ്നേഹമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള റിതം വേണമെന്നും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ പടത്തിന് പണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫാസ്റ്റായിട്ടുള്ള റിതമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ മെലഡി ഒട്ടും ചോർന്നു പോകാതെ തന്നെ അത് ഇപ്പോൾ എപ്പോഴും എനിക്ക് പാട്ടുകൾ ഇഷ്ടമാണ്, മെലഡി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഈ റിതം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇനിയും അത് വളരെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പ്രത്യേകിച്ച് രഞ്ജിനോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓർമ്മകൾ ഉണ്ടല്ലോ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇന്ന് റംസാനാണ്. പക്ഷെ ഈ ഒരു മാർച്ച് 20-ന് ഭീഷ്മർ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്ന സമയത്ത് ആ സമയം തെന്നിന്ത്യയിൽ നിന്ന് മികച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അന്യഭാഷാ ചിത്രങ്ങൾ 2 ചിത്രങ്ങൾ ലൈനപ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും മാർച്ച് 20-ന് തന്നെ ഇത് തിയേറ്ററിൽ എത്തിക്കും എന്നുള്ള സാറിന്റെ ഉറപ്പ് എന്തായിരുന്നു? അത് 1-2 കാരണങ്ങളുണ്ട്. കാരണം ഇതിപ്പോ ഈ സമയത്ത് എത്തിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം
ഇപ്പം നമുക്കിത് ഈ സമയത്ത് ഈ ആർട്ടിസ്റ്റുകളെല്ലാം നമുക്ക് തന്നെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അതായത് മറ്റു സമയങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളിലായാലും അവരുടെ എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു സഹകരണത്തോടുകൂടിയാലും കിട്ടാൻ സാധിക്കുമായിരുന്നു. ഒന്നത്. രണ്ടാമത് പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ടാവും. അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് കാര്യമല്ല. പിന്നെ നമ്മൾ ഒരു കാര്യത്തെ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് നമ്മളൊരിക്കലും അത്രത്തോളം ആവാറില്ല. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ തീരുമാനിച്ചു ഇപ്പം തന്നെ പോകട്ടെ. പിന്നെ ഇതിന് വേറൊരു ആളുണ്ടുണ്ട്. കാരണം 11 വ്യത്യസ്തമായി നമ്മുടെ ഡ്രീം ബിഗ് ഫിലിംസിൻ്റെ സുജിത്താണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹത്തോട് ഞാൻ ഈ ദിവസം പറഞ്ഞപ്പോൾ എനിക്കൊന്നേ ഉണ്ടായിരുന്നു നമുക്ക് കൊള്ളാവുന്ന തിയേറ്റർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ദിവസം ഒരാഴ്ച കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് നല്ല കുറച്ച് തിയേറ്ററിന് ലിസ്റ്റ് തന്നു. അപ്പോൾ പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ടോക്സിക് മാറുന്നു പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇനി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് മാറ്റി വെച്ചാൽ അതേ പ്രശ്നങ്ങൾ പിന്നീടും ഉണ്ടാകാം എന്നത് ഒരു വസ്തുതയായിട്ട് എനിക്ക് തോന്നി. അത് തന്നെയാണ് എൻ്റെ. ഓക്കെ സാർ, എന്തായാലും സാറിന്റെ കർമ്മഫലം പോലെ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മിക്ക ജില്ലകളിലും ഇന്ന് 6 മണിക്ക് ശേഷമുള്ള നമ്മുടെ ഈ കൊച്ചു ചിത്രത്തിന്റെ സ്ക്രീനിങ്സും ഫാസ്റ്റ് ഫീലിംഗിലേക്ക് കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ ആ ഒരു തീരുമാനം തെറ്റായിട്ടില്ല. ഒപ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയുന്ന മറ്റൊരു കാര്യം, ധ്യാൻ ശ്രീനിവാസനോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന 2 സഹോദരന്മാരായിട്ട് അഖിൽ കവലിയൂറും ഷാജു ശ്രീധറും എങ്ങനെ ഈ കഥാപാത്രത്തെ നോക്കിക്കാണുന്നത്? എന്താണ് നിങ്ങളുടെ ഈ ഒരു കഥാപാത്രത്തിന് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയിൽ വിട്ടിട്ട് സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ നമ്മൾ കാഷ്വലായിട്ട് ധ്യാനമായിട്ട് സെറ്റിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ അതേ പരിപാടി തന്നെയായിരുന്നു ആ ക്യാരക്ടറും. അതായത് ഒരാളുടെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന 2 പേർ. അപ്പം അതിൽ നമുക്ക് ഒന്നും ധ്യാനമായിട്ട് നമ്മൾ പണ്ടേ കംഫർട്ടാണ് ചെയ്യാനായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് ചോദിക്കാനും പറയാനും. അപ്പോൾ അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് നോർമലി നമ്മളെ കണ്ടാലും ഒരു പണിക്കാരനായിട്ട് തോന്നുന്നത് ഒരു വലിയ കുഴപ്പമില്ല. പിന്നെ ഷാജും കൂടെ വന്നപ്പം പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറെ സാധനം എഡിറ്റായി പോയി. കാരണം നമ്മൾ 3 പേരുടെ ഫ്രെയിം നിൽക്കുമ്പോൾ ഫ്രെയിം തലയില്ല. അപ്പൊ ഇടയ്ക്ക് കൈയൊക്കെ കട്ടായി പോയി പല സ്ഥലത്തും. അത്രേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഞാനെൻ്റെ തുടക്കകാലത്ത് എപ്പോഴും ഈ ഗ്രൂപ്പ് സിനിമകൾ നായക വേഷം ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും 5 പേര് 6 പേര് 11 പേരിലാണ് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് സിനിമകൾ അങ്ങനെ ഉണ്ടാവുമായിരുന്നു. കൂടുതലും ഫ്രണ്ട്സായിട്ടുള്ളൊരു തമാശകൾ മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ ഒരുപാട്, പ്രത്യേകിച്ച് മിമിക്രി ബേസ് ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം മാറി പിന്നീട് ഒരു നായകന്മാരുടെ കൂടെ ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടൊരു സിനിമ പിന്നീട് വരുന്ന ഇപ്പോഴാണ് ആക്ച്വലി. അപ്പം അത് ഞാനും വിഷ്ണുവൊക്കെ നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മളവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഓരോരുത്തരോട് അഭിനയിക്കുമ്പോഴും ഓരോ പുതിയ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. മാത്രമല്ല നല്ല സപ്പോർട്ടും എപ്പോഴും കൂടെ തന്നെ, ഒരു സെക്കൻഡ് പോലും മാറാതെ കൂടെ തന്നെ ഉണ്ടാവുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് ഒരു സന്തോഷം എന്ന് പറയാം. ശ്രീ ധ്യാൻ ശ്രീനിവാസന് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ അഭിനയിച്ചപ്പോൾ പറഞ്ഞൊക്കെ കേട്ടി സീനിയർ അതല്ല, നമ്മള് ഞാൻ ഷാജോണ്ട് ഒരുമിച്ച് ഓൾറെഡി 2 സിനിമകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം മുന്നേ അറിയാം, നമ്മുടെ ഷോ പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പോൾ അത് ഒരു പരിധി വരെ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലുണ്ടായിരുന്ന ഒരു സാധനം ഒരു പരിധി വരെ സ്ക്രീനിലുണ്ടായിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. ചേട്ടാ, അതേപോലെ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് സർക്കാസം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഓൺ സ്ക്രീനിൽ അത്രയും ചെയ്യുമെങ്കിലും ഓഫ് സ്ക്രീൻ വരുമ്പോഴേക്കും അവർ അത്രയും ഇതില്ല. ധ്യാൻ ചേട്ടൻ 2 കംഫർട്ടബിൾ ആണ്. ഇപ്പൊ സർക്കാസം ഇപ്പോൾ ഓഫ് സ്ക്രീനിലായിട്ട് ഓൺ സ്ക്രീനിലായപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര അത് മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ധ്യാൻ ചേട്ടന് ഭയങ്കര ഈസി ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആണ് പല കാര്യങ്ങളിലും. അല്ലേ, ഓഫ് സ്ക്രീനിലുള്ള സാധനം ഓൺ സ്ക്രീനിൽ വന്നിട്ടില്ല. കാരണം അങ്ങനെയുള്ള സിനിമകൾ വരണമല്ലോ. നമ്മുടെ സിനിമയോട് സർക്കാസം ഉണ്ടോ ആൾക്കാർക്ക്? നീ ചോദിക്കുമ്പോൾ എനിക്ക് സർക്കാസം ഉണ്ട്. അപ്പൊ ഓഫ് സ്ക്രീനില്
ഉള്ള സർക്കാസം നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ. പൊതുവെ മലയാളികൾക്ക് ഉള്ള ഒരു മെയിൻ സാധനം ഈ പുച്ഛവും സർക്കാസും ഒക്കെ, എല്ലാത്തിനോടും ഉള്ളൊരു സർക്കാസം, എല്ലാത്തിനെയും നമ്മൾ കാണുന്ന രീതിയോട് എല്ലാം അപ്രോച്ചൊക്കെ വേറെ തന്നെ, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ആയിക്കോട്ടെ മലയാളികളായിക്കോട്ടെ. അപ്പൊ അത് നമുക്ക് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ വരണമെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ആരും അങ്ങനത്തെ ഒരു കഥയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് പലപ്പോഴും ചോദിക്കുന്ന സംബന്ധിച്ച ഓഫ് സ്ക്രീനിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ സാധനം എന്തുകൊണ്ട് സിനിമയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള എഴുത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിഷ്ണു അസാധ്യ കൗണ്ടറും സാധനങ്ങളൊക്കെ പറയുന്നതാണ്. അഖില അതുപോലെ തന്നെ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ നമ്മൾ റീൽ പരിപാടി ഇറക്കിയത് വിഷ്ണുവാണ്. മറ്റേ രജനീകാന്തിന്റെയും കമലഹാസന്റെയും ഇതിട്ടിട്ട് ഇതിലെ ആരെ ഹീറോ ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരു സാധനം ചെയ്തിരുന്നു. അത് വിഷ്ണുവിന്റെ ഐഡിയ ആയിരുന്നു. അതേ വേറൊരു സാധനം ചെയ്ത് അഖിലിന്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ വേറൊരു രീതിയിലുള്ള ഒരു സർക്കാസം ഉണ്ട് അതിനകത്ത്. നമ്മൾ സ്വയം നമ്മൾ ട്രോളുന്ന രീതിയിലുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗുമാണ്. അത് ഭയങ്കര റീച്ച് കിട്ടി. അപ്പൊ സാറെന്ന് പറയുന്നുണ്ടായിരുന്നു മഞ്ചേച്ചി അടക്കം അത് വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും കുറെ ആൾക്കാർ അത് എന്ത് ചെയ്തു. അതൊക്കെ അതിലൊക്കെ ഉണ്ടത് ഈ പറഞ്ഞ സർക്കാർ. പിന്നെ ഓഫ് സ്ക്രീനിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് ക്യാരവണൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഓഫ് സ്ക്രീനിൽ ഉണ്ടാവുന്ന ചർച്ചകളും ഹ്യൂമർ ബിൽഡപ്പ് ചെയ്യും. ഓരോ സീനിൽ പരസ്പരം പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് കല്യാണം പോലുള്ള സിനിമകളൊക്കെ അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു ചായ കുടിച്ചുകൊണ്ട് ചെയ്യുന്ന ചർച്ചകളെല്ലാം സിനിമയിൽ ആ കൗണ്ടറുകൾ യൂസ് ചെയ്യുക. പക്ഷെ കേരളത്തിൽ പല ആർട്ടിസ്റ്റുകൾ പല സ്ഥലത്തല്ല, ഒറ്റ സ്ഥലത്തായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, കൂടുതലായിട്ട് ഒരു പരിധി വരെ ആ ഡയറക്ടറും ഇതിൽ കേരളം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഡയറക്ടറും ക്യാമറമാനൊക്കെ വേറെ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ചേരുന്നിടത്ത് ആ ഹ്യൂമറുകളെല്ലാം അന്ന് നോട്ട് ചെയ്തുകൊണ്ട് അപ്പപ്പോ വർക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെയല്ല ഇപ്പൊ, അല്ലാതെയാണ്. ശ്രീ ബിനു തൃക്കാക്കര ഇതിനകത്ത് വളരെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥാപാത്രത്തിന് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നുണ്ട്. എന്താണ് ഈ സ്വീകാര്യതയെ കുറിച്ചും കഥാപാത്രത്തെ കുറിച്ചും പറയാനുള്ളത്? ഒരു വളരെ നല്ല ഒരു കഥാപാത്രമായിരുന്നു എനിക്ക്. ഞാൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രങ്ങളൊന്നാണ് ഇന്ന് ഈ സിനിമയിൽ ഷമീർ എന്ന കഥാപാത്രം. ശരിക്കും ഈ സിനിമ എനിക്ക് ചെയ്യാൻ വരുമ്പോൾ ഇതിനകത്ത് അഭിനയിക്കുന്നവരായിട്ട് എല്ലാവരുമായിട്ടും ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. ധ്യാനായാലും അഖിലായാലും ഷാജിച്ചേട്ടനായാലും വിഷ്ണുവിൻ്റെ കൂടെ മാത്രമാണ് എനിക്ക് നേരത്തെ അഭിനയിച്ചുള്ളൊരു ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ കാര്യത്തിലും സാറിനെ പറ്റി വിഷ്ണുവിനെ കുറേ പറഞ്ഞിട്ടുണ്ട്, മര്യാദ ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞുകൂടും. അപ്പോൾ ആ ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ടീമിലേക്ക് വരുമ്പോൾ നമ്മളൊരു അതിന് വേറെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞു മൈലകോളേജിൽ പറഞ്ഞുവിടുമെന്ന് പറഞ്ഞ സമയത്ത് അപ്പൊ എനിക്ക് ഇവരുടെ ടീമില് എങ്ങനെ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ടീമായിട്ടൊരു എല്ലായാലാണ് നമുക്ക് ഒരു സംഭവം ചെയ്യാനുള്ള ധൈര്യം വരുള്ളൂ. പക്ഷെ എന്നെ അനുഭവപ്പെടുത്തിയത് ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥാപാത്രം വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ അതൊക്കെയാണ് സംഭവം. കൂട്ടുകാരുടെ കല്യാണം കഴിപ്പിക്കുക, വിളിച്ചു ലൈഫുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ശരിയാണ്. ധ്യാനൊരു പാട്ടുകാരനെ കൂടെ മലയാള സിനിമയിൽ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇനിയുള്ള സിനിമകളിൽ നമുക്ക് ഒരു പാട്ട് പ്രതീക്ഷിക്കാതെ. ഇല്ല, അത് സാറ് പറഞ്ഞു. അത് രഞ്ജിന്റെ കൂടെ ഓൾറെഡി രഞ്ജിന്റെ തന്നെ ഒരു സിനിമയിൽ പാടി സാറ് ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി സാറിന്റെ ഡിസിഷനായിരുന്നു. ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. അതിപ്പോ ഒരാൾ പറയാതെ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് പ്രഷറൊക്കെ എടുക്കുമ്പോ ഞാൻ ചെയ്യും. അങ്ങനെ ചിന്തയില്ലല്ലോ, എനിക്കറിയില്ലേ. ഇത്രയും വർഷങ്ങളായി നിങ്ങൾക്കിടയിൽ നമ്മുടെ ലാൽ സാറിന്റെ ഡയലോഗ് തന്നെ. അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. നാളെ നീ വിളിച്ചാലും ഇതിലിപ്പോ സാറ് പ്രത്യേകിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് പാടിയാൽ രസം ഉണ്ടാവുന്നു. അങ്ങനത്തെ സാറിന്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ എന്നെക്കാളും അരമണിക്കൂർ മുന്നേ വന്ന് പാടുന്ന ആളായിരുന്നു. എന്നോട് പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ മുന്നേ വിഷ്ണു വന്ന് അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ
ഈ ചോദ്യം വിഷ്ണുവിനോടും ഇവിടെ ചോദിക്കണം, എന്തുകൊണ്ട്? വിഷ്ണു ചേട്ടൻ പറയും. അല്ല, രഞ്ജിൻ പറഞ്ഞാൽ ഇനി പാടും. രഞ്ജിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന് പാടിച്ചെടുത്താണത്. ഇനി പ്രതീക്ഷിക്കാൻ അല്ല, സാറങ്ങനെ വിളിച്ച് ഇങ്ങനെ പാടാൻ ഒരിത് പറയുമ്പോൾ നമുക്ക് സുപ്രീം കോടതി എന്ന് പറയുന്ന പോലെ ഉള്ളൂ. പുള്ളി പാടാൻ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പീലില്ല. നേരെ ഓക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ രഞ്ജിൻ കൂടെ നിന്ന് പാടിപ്പിച്ചെടുത്താണ്. രഞ്ജിനാണ് സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ വിധിയാണെന്നാണ് അർത്ഥം. ഒരു പ്രൊഡ്യൂസറുടെ കൂടെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ കൂടെ വീണ്ടും അടുത്ത ചിത്രത്തിന് വേണ്ടി ചേരുക എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ബോണ്ട് വലുതാണ്. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണൻ രണ്ടാമത്തെ ചിത്രത്തിലാണ് ശ്രീ വിജയനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം സാറിന്റെ ഒരു സംവിധാനത്തെ എങ്ങനെ നോക്കിക്കാണും? അത് ഞാൻ പറയാം. സാറൊരു 9 വരെ വിഷ്ണു ഷൂട്ട് ചെയ്യുന്നത് സാറ് പറയും എന്റെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്, നിങ്ങൾ വന്നപ്പോഴാണ് എന്റെ മൂഡൊന്ന് ശരിയായത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി വിഷ്ണു അത് സത്യമാണ്. അതിലിച്ചിരി കഴപ്പുണ്ട്. അല്ല, ഞങ്ങൾ തമ്മിൽ ചില ആശയപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ല, അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുന്നതിനെ കുറിച്ചാണ് ഈ പുള്ളി ട്രോളുന്നത്. പക്ഷെ അതൊക്കെ ഇതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുകയും സംശയം ചോദിക്കുകയും ചിലപ്പോൾ അത് ചേട്ടൻ ഇഷ്ടപ്പെടില്ല, ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അതൊക്കെ അവിടെ കഴിയും അല്ലേ ഏട്ടാ? അത്രേ ഉള്ളൂ. ഈ രേഖ ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ഉണ്ണിലാലു ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതില് വില്ലനാണോ വില്ലനല്ലേ അല്ലെങ്കിൽ ഒരു പ്രണേതാവാണോ മൊത്തം സസ്പെൻസ് നിർത്തിയിട്ടുള്ള ഒരു റോളാണ്. പ്രത്യേകിച്ച് ഭീഷ്മർ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പോലും ഉണ്ണിലാലുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത്? അല്ല, സന്തോഷമാണ്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സ്ക്രിപ്റ്റ് അറിയില്ലായിരുന്നു. അതാ സ്ക്രിപ്റ്റ് സാറ് ആദ്യം കഥയാണെന്ന് പറഞ്ഞു തന്നെ. ആ സമയത്ത് ഞാനായിരുന്നു നായകൻ. പിന്നെ എങ്ങനെ വിഷ്ണു എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ പറ്റില്ല റോള്. അല്ല, സത്യം പറഞ്ഞ ആ റോള് അല്ലല്ല അല്ല അത് സത്യം. ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇതേവരെ ചെയ്ത എല്ലാ പടങ്ങളാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങളാണ് ചെയ്തത്. ഐ മീൻ എല്ലാത്തിലും ഡാർക്ക് ഷെയ്ഡ്സ് പരിപാടി കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പടം കുറച്ചും കൂടി കൂളായിരുന്നു. പിന്നെ എൻ്റെ ശരിക്കുള്ള കോലത്തിൽ അഭിനയിച്ചൊരു പടം കൂടിയാണ്. ഞാൻ അത്യാവശ്യം ഭംഗിയുള്ള ലുക്കിലാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അതിലും ഭയങ്കര സന്തോഷമുണ്ട്. ബാക്കിയുള്ളതിലും എൻ്റെ ലുക്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര സന്തോഷമുണ്ട്. രഞ്ജിത്ത് മൂന്നാമത്തെ ചിത്രത്തിലാണ് ശ്രീ വിജയനുമായി ചേർന്നത്. ഈ മൂന്നാമത്തെ ചിത്രത്തിലും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ചു. എങ്ങനെ ഈ കൂട്ടുകെട്ടിനെ നോക്കിക്കാണുന്നു? സാറും മ്യൂസിക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസും സാറും എത്രമാത്രം നമുക്ക് എല്ലാവർക്കും നല്ല മ്യൂസിക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഞാൻ മൂന്നാമത്തെ സിനിമ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത്. കള്ളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ഭീഷ്മർ. ഈ 3 സിനിമയിലും പാട്ടുകൾക്കും സ്കോറിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സാറ് പറയുന്ന, സാറ് ആഗ്രഹിക്കുന്ന അതേ തലത്തിലേക്ക് അത് എത്തുന്നവരെ സാറ് കൂടെ നിൽക്കാറുണ്ട്. അത് എത്തിക്കാൻ ഇപ്പൊ പറഞ്ഞ പോലെ റിതംസ് ചെയ്തിട്ട് ഹാപ്പി ആവാതെ സാറ് വീണ്ടും എന്നെ കൊണ്ട് കുറച്ചും കൂടെ ഹെവി ആയിട്ട് റിതംസ് ചെയ്യിപ്പിച്ചു മെലോഡിക്ക്. അപ്പോൾ അങ്ങനെ സാറിന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് എത്തിക്കാനും സാറ് കൂടെ നിൽക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഭീഷ്മറും ചെയ്തിട്ടുള്ളത്. സാർ അത് തൃപ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിറ്റ് ചാർട്ടുകളിലൊക്കെ തന്നെ ഇടം നേടി മുന്നോട്ട് കുതിക്കുകയാണ്. കാരണം ഭീഷ്മന്റെ പാട്ടുകളും എല്ലാം ഹിറ്റ് ചാർട്ടിലാണ്. അനിലയാണ് പാടിയത്. എന്തായാലും ഈ ഒരു പെരുന്നാൾ ദിനമാണ്. അനില നമ്മുടെ സിനിമയിലെ തന്നെ 4 വരി പാട്ട് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ നെഞ്ചിലെ മൺകലം നീത്തിയ കുഴമ്പ് നിന്റെ പുഞ്ചിരി കാണുമ്പോ എൻ മനം പൂങ്കുരുന്ന് പ്രാവേ മാടപ്രാവേ എന്റെ നാട്ടുമാ ജില്ലയിൽ നീ വരില്ലേ കൂടെ എന്നും കൂടെ ചിറതായി ഞാനുമില്ലേ പ്രാവേ മാടപ്രാവേ എന്റെ നാട്ടുമാ ജില്ലയിൽ നീ വരില്ലേ കൂടെ എന്നും കൂടെ ചിറകായി താങ്ക് യു.